ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു കാഴ്ച നിങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഒരു സങ്കടകരമായ രീതിയിലുള്ളൊരു വീഡിയോയും കൂടെയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നെല്ലിക്കോട് എന്നുള്ളൊരു സ്ഥലത്ത് അവിടെ നിന്ന് കാണാതായ ഒരു 75 വയസ്സുകാരിയായ ഒരു അമ്മൂമ്മയെ കാണാതായിട്ട് മാർച്ച് 1 മുതൽ കാണാതായ ആളെയാണ് ഇന്നും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 4ാമത്തെ ദിവസത്തിൽ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരും സന്നദ്ധ സേനകളും എൻ്റെ മുക്കം ടാസ്ക് ഫോഴ്സും അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. എല്ലാ പ്രവർത്തകരും ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായാലും K9 സ്ക്വാഡ് അങ്ങനത്തെ എല്ലാവരും ഉണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു സെർച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അതുപോലെ തന്നെ ഞങ്ങളിന്ന് തെരച്ചിലിൻ്റെ അകത്ത് അവരുടെ ഡ്രസ്സ് ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് കിട്ടുകയും ആ ഡ്രസ്സ് ഡോഗ് സ്ക്വാഡിന് കൊടുത്ത് ആ ഡോഗിനെ കൊണ്ട് സ്മെല്ല് ചെയ്യിപ്പിച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡോഗ് ഒരു നല്ലൊരു കയറ്റം കയറി വന്നതായതുകൊണ്ട് ഡോഗിനും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഡോഗ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വീഡിയോ അവസാനിക്കുന്ന ഇന്നത്തെ ദിവസത്തിലുള്ള തെരച്ചിൽ നാട്ടുകാരും ബാക്കിയുള്ളവരുമായിട്ട് തിരയുന്നു. അതിൻ്റെ അടുത്ത ദിവസമാണ് ബോഡി ഫൈൻഡ് ചെയ്യുന്നത്. അമ്മയുടെ ബോഡി മരിച്ച നിലയിൽ ഞങ്ങൾ സെർച്ച് ചെയ്തതിൻ്റെ തൊട്ട് 100 മീറ്റർ താഴെയായിട്ട് ബോഡി സെർച്ച് ചെയ്തു കിട്ടിയെന്ന് പിറ്റേ ദിവസം ഇവരെ അറിയുകയും ചെയ്തു. അതുപോലെ തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമസ്കാരം, ഞാൻ കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ. എൻ്റെ പേര് സന്ദീപ്. 1/3/2025 തീയതി കാണാതായ ജാനകി 79 വയസ്സെന്ന സ്ത്രീയെ തെരഞ്ഞ് 5 ദിവസത്തോളമായി ഈ പ്രദേശത്തെ കുന്നും മലകളും ദുർഘടമായ വഴികളും പ്രദേശങ്ങളും താണ്ടി നാട്ടുകാർ എൻ്റെ മുക്കം എന്ന സംഘടന, തോട്ടുമുക്കം പ്രദേശവാസികൾ, RRF, ഫോറസ്റ്റ്, പോലീസ്, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരും ഒത്തൊരുമയോടെ വളരെയേറെ കഷ്ടപ്പെട്ട് നടത്തിയ പരിശ്രമത്തിൻ്റെയും തെരച്ചിലിൻ്റെയും ഒടുവിൽ ഇന്ന് ഒരു പാറയുടെ ഇടുക്കിൽ വെച്ച് മരണപ്പെട്ട നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെപ്പെട്ടിട്ടുണ്ടായി. ഈ 5 ദിവസവും പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി, ഈ സ്ത്രീയെ കണ്ടെത്തുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ച നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല. യാതൊരു ലാഭേച്ഛയും കൂടാതെ നമ്മളുടെ ഒരു ജീവിതം, ഒരു ജീവൻ, നമ്മളുടെ കൂടെയുള്ള ഒരു ജീവി, ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ പരിശ്രമത്തിന് കേരള പോലീസിൻ്റെയും എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. അതിന് നന്ദി, നമസ്കാരം.